നോക്കൂ വേണു, അക്ഷരാർത്ഥത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയ്ക്കാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയം തുറന്നു വെച്ചത്. എൻ്റെ ഒരു ചാരുതാർത്ഥ്യം എന്ന് പറയുന്നത്, അക്ഷരാർത്ഥത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ടുള്ള ഈ ദ്വാരപാല പീഠമോ അല്ലെങ്കിൽ അതിലെ പാളികളുടെ വിഷയങ്ങളല്ല. 1999 മധ്യരാജാവ് ഈ പറയുന്ന ശ്രീകോവിൽ മുഴുവനായിട്ട് ഇതിൽ സ്വർണം പൂശുമ്പോൾ അന്ന് പൂശിയ ആ സമയത്തെ തൊട്ടുള്ള മുഴുവൻ കണക്കുകളും ഹാജരാക്കണം, അല്ലെങ്കിൽ അത് തൊട്ടുള്ള അന്വേഷണമാണ് റിട്ടയേർഡ് ജില്ലാ ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ നടത്തേണ്ടത് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിധി. ഇതിൽ CPM-ൻ്റെ പ്രതിനിധിയോടും കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടും BJP-യുടെ പ്രതിനിധിയോടും ഞാൻ പറയട്ടെ, നിങ്ങൾ പരസ്പരം ചെളിവാരി എറിയുമ്പോഴും സുവോമോട്ടോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് എന്നാണ് ഈ കേസിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്തിട്ടുള്ള ഒരു കേസിൽ സെപ്റ്റംബർ 17-ന് ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നു. ഈ ഉത്തരവിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേരളം അറിയുന്നത്, ഇത്തരത്തിലൊരു വാസുദേവനെ കേരളം അറിയുന്നത്. എന്താണ് സംഭവിച്ചത്? നേരത്തെ ശ്രീ K. അനിൽകുമാർ പറഞ്ഞതിൽ ചെറിയ തിരുത്തുകളുണ്ട്. അതായത് ഈ ദ്വാരപാലക പാളികൾ 2019 ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർ ചെയ്യുന്നത്, ശരിയാണ്. പക്ഷേ 1999 യഥാർത്ഥത്തിൽ കരിങ്കൽ ശില്പങ്ങളിൽ അല്ലെങ്കിൽ കരിങ്കൽ വിഗ്രഹങ്ങളിൽ ഈ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ സ്വർണം ഈ കോപ്പറിന് മുകളിലേക്ക് പൂശുന്നത്. ശേഷം 2019 ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്യുകയും പിന്നെ അത് 40 വർഷത്തേക്കുള്ള ഒരു ഗ്യാരണ്ടിയിലാണ് ഈ സ്വർണം പ്ലേറ്റ് ചെയ്യുന്നത്, ഈ കോപ്പറിലേക്ക് സ്വർണം പ്ലേറ്റ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം ഇത് എത്ര കാലം ഇവിടെ നിൽക്കും, എത്ര സമയം വരെ നിൽക്കും എന്നുള്ളത്. അപ്പോൾ ഇതിന് പുറത്ത് കൃത്യമായിട്ടുള്ള ഒരു കോൺസ്പിറസി ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 2 കോപ്പർ പ്ലേറ്റുകളും അഴിച്ചുപോയി ഈ പറയുന്ന ചെന്നൈയിലെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് ഒരു എൻട്രിയും ഏതെങ്കിലും ദേവസ്വം ഡയറിയിലോ മഹസറിലോ ഉണ്ടാകുന്നില്ല. അതിന് ഈ പറയുന്ന ദേവസ്വം പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, ഈ ഗ്യാരണ്ടിയിൽ പെടുന്ന ഒരു സാധനം എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ റിപ്പയർ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ തങ്ങൾ അത് ദേവസ്വത്തിനെയോ ദേവസ്വം ബോർഡിനെയോ അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണറെയോ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെയോ ഒന്നും അറിയിക്കേണ്ട എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് പറയാം, ഈ എൻട്രിയിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ഈ പറയുന്ന തിരുവാഭരണ ഡയറിയിൽ കൃത്യമായിട്ടുള്ള മിസ്സിങ്ങുകളുണ്ട് എന്നാണ് ഇന്ന് ചീഫ് വിജിലൻസ് കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. അപ്പോൾ 42.8 കിലോഗ്രാം സ്വർണം ചെന്നൈയിൽ കൊണ്ടുപോയി അത് പ്ലേറ്റിംഗ് നടത്തി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ, അതായത് ഈ കമ്പനിക്ക്, ഈ ഫേമിന് അത് കിട്ടുമ്പം അവിടെ എത്തുന്നത് 4.54 കിലോ കുറവിലാണ്. അപ്പോൾ ഈ ഇടനിലക്കാരനായിട്ടുള്ള സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ഈ ഫേമിന് കൊടുക്കുമ്പോൾ തന്നെ 4.54 കിലോ കുറവുണ്ട് എന്നാണ് പറയുന്നത്. അത് പിന്നീട് തിരികെ കൊണ്ടുവരാൻ ഹൈക്കോടതി ആവശ്യപ്പെടുമ്പോൾ തിരികെ കൊണ്ടുവരണമെന്നൊന്നും ഹൈക്കോടതി പറഞ്ഞില്ല. അതിൻ്റെ സാഹചര്യം അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ അത് ഉരുക്കി അതിനുശേഷമേ അത് തിരികെ കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇതിന് ശേഷമാണല്ലോ ഒരു സുപ്രഭാതത്തിൽ 17-ാം തീയതി കഴിഞ്ഞു, ഈ ശനിയാഴ്ച തന്നെ ഇതിൻ്റെ ഈ പറയുന്ന മിനി അന്തർജനത്തിൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ നിന്ന് ഇത് കൺസീൽ ചെയ്ത നിലയിൽ കിട്ടിയെന്നാണ് പറയുന്നത് ഇന്നത്തെ ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിൽ. എന്താ കൺസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒളിപ്പിച്ചു വെച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്, ഒരു സീൽഡ് പാക്കറ്റിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതാണ് അവർ സീസ് ചെയ്തിട്ടുള്ളത്. അതാണ് ബഹുമാനപ്പെട്ട ഇന്ന് തിരുവനന്തപുരത്തുള്ളത്. അത് ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഇതിന് പുറകിലുണ്ട്. ഒരു കാര്യം കൂടെ, അതായത് ഒരു പാരലൽ ശബരിമല ഈ പറയുന്ന ആനിക്കാട് എന്ന് പറയുന്ന കോട്ടയം ഭാഗത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണു വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. നമ്മൾ ഉത്തരേന്ത്യയിൽ മാത്രം കേൾവിയുള്ള വസ്തുതകളാണ് നമുക്കിതൊക്കെ. ഗുജറാത്തിൽ ഒരു കോടതി പോലും പാരലായിട്ട് വ്യാജ കോടതികൾ പോലൊക്കെ ഉള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വ്യാജ ശബരിമല, അതായത് ഒരു ഭക്തൻ, അയ്യപ്പസ്വാമിയുടെ വലിയ ഭക്തൻ എന്ന് നടിച്ച ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹത്തിന്, ഈ വാസുദേവൻ എന്ന് പറയുന്ന ആൾക്ക്, ഇടനിലക്കാരന് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഏൽപ്പിച്ചത്. 2021 മുതൽ 2025 ഈ സമയം വരെ അവിടെ ഭക്തർ വരാറുണ്ടായിരുന്നു ഈ ആനിക്കാട് എന്ന് പറയുന്ന ഈ വാസുദേവന്റെ വീട്ടിൽ എന്നുള്ളതാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് ഇന്ന് ചീഫ് വിജിലൻസ് ഹൈക്കോടതി റിപ്പോർട്ട് നൽകിയത്. ബന്ധപ്പെട്ട് പറയുന്നത്. ശരി, 1-2 ചോദ്യങ്ങൾ ശ്രീത്ത് ചുരുക്കി മറുപടി പറയണം. അങ്ങ് പറയുകയുണ്ടായി, ഇതിന്റെ രാഷ്ട്രീയ രൂപത്തിലുള്ള ചർച്ചകളിലേക്ക് ഇത് പോകുമ്പോൾ മനസ്സിലാക്കണം, ഇത് സോമോട്ടോ കോടതി എടുത്തിരിക്കുന്ന കേസാണ്, സോമോട്ടോ എടുത്തിരിക്കുന്നു, സ്വമേധ എടുത്തിരിക്കുകയാണ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ്. ഈ ശബരിമലയിൽ ഒരു സ്റ്റേക്ക് ഉണ്ട് ഹൈക്കോടതിക്ക്, എത്ര സോമോട്ടോയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാലും ഒരു ദേവസ്വം ബെഞ്ചുണ്ട് അല്ലേ? അപ്പോൾ ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡറാണ് ഹൈക്കോടതി.
അത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. സ്വമേധയാ കേസെടുത്തെന്ന് പറയുമ്പോൾ അത് ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചു വന്ന വീണ ഒരു ബെഞ്ചല്ല, നിരന്തരമായി നിരീക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട സംവിധാനം തന്നെയാണ്. അതൊന്ന്. രണ്ട്, ഇവിടെ അങ്ങ് പറയുന്നു ഇവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന്. പക്ഷെ അങ്ങയുടെ സംശയമുനയും പോകുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമാണ്. ഇത് കണ്ടെത്തിയ ചീഫ് സ്പെഷ്യൽ കമ്മീഷണർ, വിജിലൻസ് കമ്മീഷണർ, ഇത് അന്വേഷിച്ച ദേവസ്വം വിജിലൻസ്, ഈ ഉദ്യോഗസ്ഥരൊക്കെ ഈ സർക്കാരിൻ്റെ ഭാഗമല്ലേ? കോടതിയുടെ ഭാഗമാണോ അവർ? അങ്ങനെ ഒരു പവിത്രത അവർക്കുണ്ടോ? കോടതി പറയുന്നു, കോടതിക്ക് അന്വേഷണ സംവിധാനമില്ലല്ലോ. അന്വേഷണം കൃത്യമായി നിർവഹിച്ച് കോടതിയെ ഈ ബോധ്യത്തിലെത്തിച്ച ഉദ്യോഗസ്ഥ സംവിധാനം ഈ സർക്കാരിൻ്റെ ഭാഗമല്ല എന്നെങ്ങനെ പറയാൻ കഴിയും? ഇനി മൂന്നാമത്തെ കാര്യം, ഇതിന് രണ്ടിനുമുള്ള മറുപടി എനിക്ക് അതിനുശേഷം മതി. ഈ വ്യാജ ശബരിമലയുമായി ബന്ധപ്പെട്ട അങ്ങോട്ടുള്ള ചോദ്യം.